നമസ്കാരം. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ 8ാം ദിവസമാണ്. കീവിലും ഖാർഗിവിലും വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ. അതേസമയം തുറമുഖ നഗരമായ കേഴ്സൺ റഷ്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കുന്നു. ഇന്ന് പുറത്തുവരുന്ന ഒരു വാർത്ത മിസൈൽ ആക്രമണത്തിൽ ബംഗ്ലാദേശ് ചരക്കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു എന്നതാണ്. അതിനിടെ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. വ്യോമസേനയുടെ 4ാമത്തെ വിമാനവും ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. 4 വിമാനങ്ങളിലായി നാട്ടിലെത്തിയത് 800ഓളം പേരാണ്. കൂടുതൽ വിമാനങ്ങൾ ഇന്ന് എത്തുമെന്ന വിവരവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ പരിശോധിക്കും. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റഷ്യൻ അധിനിവേശത്തിന്റെ 8ാം ദിനം. പോളണ്ട് ബെലാറസ് അതിർത്തിയിൽ 2ാം ഘട്ട സമാധാന ചർച്ച ഇന്ന് നടക്കാനിരിക്കെ യുക്രൈനുമേൽ വ്യോമാക്രമണം ശക്തമാക്കി റഷ്യ. കഴിഞ്ഞ പുലർച്ചെ മുതൽ കീവിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ തുടരെ കേൾക്കുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈനിലെ 2ാമത്തെ വലിയ നഗരമായ ഖാർകിവിൽ റഷ്യൻ ഷെല്ലുകൾ തുടർച്ചയായി വീഴുകയാണ്. 2 കുട്ടികളടക്കം 12ലധികം പേർ മരിച്ചു. റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ ബംഗ്ലാദേശ് പൗരൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഉൽവിയ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് മരണം. തന്ത്രപ്രധാന തുറമുഖ നഗരങ്ങളായ മരിയുപോളും കേഴ്സണും റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു. റഷ്യൻ സൈന്യം നഗരം കീഴടക്കിയെന്ന് കേഴ്സൺ മേയർ സ്ഥിരീകരിച്ചു. ചെർണീവിലെ ആശുപത്രിക്ക് നേരെ 2 മിസൈൽ ആക്രമണമുണ്ടായി. മിസൈൽ ആക്രമണത്തിൽ ബംഗ്ലാദേശ് പൗരൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് റഷ്യക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. യുക്രൈനിൽ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികളുടെ എണ്ണം 10 ലക്ഷം കടന്നു എന്നാണ് UN അറിയിച്ചത്. 752 പേർ യുക്രൈനിൽ കൊല്ലപ്പെട്ടെന്നും ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ബി ദിലീപ് കുമാറും PP ജെയിംസും മധു കൊട്ടാരക്കരയും ചേരുന്നു. ആദ്യം ബി ദിലീപ് കുമാറിലേക്കാണ്. ദിലീപ്, ഇന്ന് റഷ്യൻ അധിനിവേശത്തിന്റെ 8ാം ദിനമാണ്. ഈ കീവും ഖാർകിവും മുൻനിർത്തിയാണോ റഷ്യയുടെ ആക്രമണം ഇപ്പോഴും തുടരുന്നത്? ദിലീപ് കുമാർ. ഉന്മേഷ്, 8ാം ദിവസം കീവും ഖാർകിവും മാത്രമല്ല, തുറമുഖ നഗരമായ ഖേർസൺ ഇതാദ്യമായി ഒരു പ്രധാനപ്പെട്ട നഗരം റഷ്യൻ സേന പിടിച്ചെടുത്തിരിക്കുകയാണ്. അത് ഖേഴ്സൺ ആണ്. ഖേഴ്സൺ നഗരം പിടിച്ചെടുത്തതായി യുക്രൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖേഴ്സണിലെ മേയർ തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട തുറമുഖ നഗരമായ ഖേഴ്സൺ ഇതാദ്യമായി 8 ദിവസത്തെ ഈ റഷ്യൻ അധിനിവേശത്തിനിടയിൽ ഒരു നഗരം സമ്പൂർണ്ണമായി റഷ്യൻ സേന പിടിച്ചെടുത്തിരിക്കുകയാണ്. മറ്റ് നഗരങ്ങൾ നേരത്തെ ഉന്മേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കീവിലും ഖാർകിവിലും വലിയ പോരാട്ടം തുടരുകയാണ്. വ്യോമാക്രമണം ഈ സ്ഥലങ്ങളിൽ ശക്തമാക്കിയിരിക്കുകയാണ്. നമുക്ക് കാണാം, ഈ സ്ഥലമാണ് ഖേർസൺ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇപ്പോൾ റഷ്യൻ സേന സമ്പൂർണ്ണമായി ആധിപത്യം പുലർത്തിയിരിക്കുന്നത്. ക്രിമിയയോട് ചേർന്ന് കിടക്കുന്ന കരിങ്കടൽ തീരത്തെ ക്രിമിയയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ഖേർസൺ എന്ന് പറയുന്നത്. ഈ സ്ഥലമാണ് ഇപ്പോൾ റഷ്യൻ സേന സമ്പൂർണ്ണമായി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. കാണാം, ഇവിടെ ഒരു ആണവ റിയാക്ടർ നമുക്ക് കാണാം. ഇത്തരം ആണവ റിയാക്ടറുകൾ 6 എണ്ണമാണ് യുക്രൈനിലുള്ളത്. ഈ ആണവ റിയാക്ടറുകളുടെ നിയന്ത്രണം റഷ്യൻ സേന ഏറ്റെടുക്കുകയാണെങ്കിൽ അത് തുടർന്ന് എന്താകുമെന്ന ആശങ്ക ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട്. ഇതിൽ 1-2 ആണവ നിലയങ്ങളുടെ നിയന്ത്രണം റഷ്യൻ സേന ഇതിനകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. അവർ ഇക്കാര്യം IAEA, അതായത് രാജ്യാന്തര ആണവ ഏജൻസിയെ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഈ നിലയിൽ ഇവർ റഷ്യൻ സേന നടത്തുന്ന ആക്രമണങ്ങളുടെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്ന മിസൈൽ ആക്രമണങ്ങൾ കൂടുതലായി നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഖാർകിവ് അടക്കമുള്ള സ്ഥലങ്ങൾ. മരിയുപോൾ, ഇവിടെയും ആക്രമണം ശക്തമായി നടക്കുകയാണ്. മിസൈൽ വർഷമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത്. റഷ്യൻ സേന ആധിപത്യം പുലർത്തുന്ന മറ്റൊരു സ്ഥലം, നേരത്തെ തന്നെ ഇത് തുടക്കത്തിൽ തന്നെ റഷ്യൻ സേന ആധിപത്യം പുലർത്തിയ സ്ഥലമാണ് ഈ ഡൊണറ്റ്സ് എന്ന് പറയുന്ന സ്ഥലം. ഡൊണറ്റ്സിൽ ഡോൺബാസ് മേഖലയിലുള്ളതാണ്. ഇവിടെ ഈ ഡൊണറ്റ്സിന് നേരത്തെ തന്നെ ഒരു പ്രത്യേക റിപ്പബ്ലിക്കായി റഷ്യൻ സേന അംഗീകരിക്കുകയും ചെയ്തതാണ്. ഈ നിലയിൽ റഷ്യൻ സേന ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളാണ്. ആക്രമണം പ്രധാനമായും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്നത് സംബന്ധിച്ച് റഷ്യൻ സേന കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ മിസൈലുകൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ശക്തമായ മിസൈൽ ആക്രമണമാണ് അവരുടെ ഭാഗത്ത് നിന്ന്, റഷ്യൻ സേനയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഒഡേസ എന്ന് പറയുന്ന തുറമുഖ നഗരം പിടിച്ചെടുക്കുന്നതിനുള്ള വളരെ വലിയ തോതിലുള്ള മിസൈൽ വർഷമടക്കം ഇപ്പോൾ റഷ്യൻ സേന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബോറിസ്വില്ലിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു വിമാനത്താവളം ഉണ്ട് എന്നതാണ്. പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളം റഷ്യയിലെ ഇവിടെയുണ്ട്. യുക്രൈനിലെ ഒരു പ്രധാനപ്പെട്ട വിമാനത്താവളം ഇവിടെയുണ്ട്. ഈ നിലയിൽ
ഇത് ഈ കടന്നു പോകുന്ന നീല നിറത്തിലുള്ളത് നിപ്പർ നദിയാണ്. അതായത് യുക്രൈൻ്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന നദിയാണ് ഈ നീല നിറത്തിൽ. ഏതാണ്ട് യുക്രൈൻ്റെ ഒരു വശത്ത് നിന്ന് അത് കരിങ്കടലിൽ വന്ന് പതിക്കുന്ന നദിയാണ്. ബെലാറസ് വഴിയാണ് ഈ നദി വരുന്നത്. പക്ഷേ ഇവിടെയെല്ലാം നമുക്ക് കാണാം ഈ ചിത്രത്തിൽ ആക്രമണം, ശക്തമായ മേഖലകൾ, റഷ്യൻ ആക്രമണം. ഈ നിലയിൽ റഷ്യയുടെ വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ അവരുടെ കരസേന വഴിയുള്ള ആക്രമണവും കാലാൾപ്പടയുടെ ആക്രമണവും യുക്രൈനിൽ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ മിക്ക സ്ഥലങ്ങളിലും ശക്തമായ ആക്രമണമാണ് റഷ്യൻ സേന നടത്തുന്നത്. ദിലീപ്, ഈ റഷ്യയുടെ ആക്രമണവും യുക്രൈന്റെ ചെറുത്തുനിൽപ്പും പുരോഗമിക്കുമ്പോൾ അതിനിടെയാണ് ഇന്ന് രണ്ടാം ഘട്ട ചർച്ച നടക്കുന്നത് പോളണ്ട് ബെലാറസ് അതിർത്തിയിൽ. അതായത് ബെലാറസിലെ ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷമാണ് റഷ്യ വീണ്ടും ആക്രമണം കൂടുതൽ കടുപ്പിച്ചത്. ഈ രണ്ടാം ഘട്ട ചർച്ചയിൽ എത്രത്തോളം പ്രതീക്ഷ പുലർത്താം? ടോം, രണ്ടാം ഘട്ട ചർച്ചയിലും വലിയ പ്രതീക്ഷ ലോകരാജ്യങ്ങൾക്കില്ല. കാരണം ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. റഷ്യയുടെ ആവശ്യം യുക്രൈൻ നേറ്റോയിൽ അംഗമാകില്ല എന്ന ഉറപ്പ് ലഭിക്കണമെന്നതാണ്. യുക്രൈൻ ആകട്ടെ ഈ ഉറപ്പ് നൽകാൻ തയ്യാറല്ല. മറ്റൊന്ന്, റഷ്യയുടെ ആവശ്യം ഈ നിലയിലുള്ള ഇത് മാത്രമല്ല ഒരു ആവശ്യം, ക്രിമിയയിൽ യുക്രൈനുള്ള അവകാശവാദം ഉപേക്ഷിക്കണമെന്ന നിലപാടും അവർ സ്വീകരിച്ചിട്ടുണ്ട്. യുക്രൈൻ ആകട്ടെ റഷ്യൻ സേന നിരുപാധികമായി അടിയന്തരമായി അവിടുന്ന് പിന്മാറണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ രണ്ടാം വട്ട ചർച്ചയിലും കാര്യമായ പുരോഗതി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന പ്രതീക്ഷ ലോകരാജ്യങ്ങൾക്കില്ല. ബി ദിലീപ് കുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഖാർക്കിവും കീവും പിടിക്കാനുള്ള ശക്തമായ ആക്രമണങ്ങളുമായി ഇപ്പോൾ റഷ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേഴ്സൺ നഗരം റഷ്യ പിടിച്ചതായി യുക്രൈൻ തന്നെ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പി ജെയിംസും മധു കൊട്ടാരക്കരയും കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. പി ജെയിംസ്, വലിയ തോതിൽ ആക്രമണം റഷ്യ ഇപ്പോഴും തുടരുകയാണ്. സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുന്നു. പക്ഷേ വലിയ പ്രതീക്ഷകളൊന്നും വെച്ചു പുലർത്തേണ്ട ഒരു സാഹചര്യവും നിലവിൽ മുന്നിലില്ല. ഇപ്പോൾ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഈ റഷ്യയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്? യുഎനിലടക്കം ഈ വിഷയം ചർച്ച ചെയ്തു. എതിർത്തും അനുകൂലിച്ചുമൊക്കെ രാജ്യങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടി ഉണ്ടായി. ലോകം എങ്ങനെയാണ് ഇപ്പോൾ റഷ്യൻ ആക്രമണത്തെ വിലയിരുത്തുന്നത്? പി ജെയിംസ്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ 7ാം ദിനമാണ് ഇന്ന്. കനത്ത ആക്രമണം റഷ്യ ഇപ്പോൾ നടത്തുന്നു. 2 നഗരങ്ങൾ കേന്ദ്രീകരിച്ച്, കീവും ഖാർക്കിവും കേന്ദ്രീകരിച്ച് ആക്രമണം. ഖേഴ്സൺ നഗരം ഇതിനോടകം തന്നെ റഷ്യ പിടിച്ചെടുത്തതായി യുക്രൈൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. വലിയ പലായനം യുദ്ധമേഖലയിൽ നിന്ന് നടക്കുന്നു. ഇതിനോടകം തന്നെ 10 ലക്ഷം ആളുകൾ യുക്രൈൻ വിട്ടു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ കണക്കുകൾ. ഖാർക്കിവിലാകട്ടെ റഷ്യൻ ഷെല്ലുകൾ തുടർച്ചയായി വീഴുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കുട്ടികളടക്കം 12-ലധികം പേർ ഇവിടെ മരിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ ഒരു ബംഗ്ലാദേശ് പൗരൻ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒലിവിയ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആണ് മരണം. തന്ത്രപ്രധാന തുറമുഖ നഗരങ്ങളായ മരിയുപോളും കേഴ്സണും റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റഷ്യൻ സൈന്യം നഗരം കീഴടക്കിയെന്ന് കേഴ്സൺ മേയർ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ചെർണിവിലെ ആശുപത്രിക്ക് നേരെ 2 മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് റഷ്യക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. പി ജെയിംസ്, ഈ അന്താരാഷ്ട്ര സമൂഹം, ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ യുക്രൈൻ അധിനിവേശത്തിന്റെ 7ാം ദിവസത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ റഷ്യയുടെ ചെയ്തികളെ? പി ജെയിംസ്. ഉന്മേഷ്, ഐക്യരാഷ്ട്രസഭയുടെ വോട്ടെടുപ്പ് തന്നെ വളരെ കൃത്യമായിട്ടുള്ള തെളിവാണ്. ആകെയുള്ള 193 രാജ്യങ്ങളിൽ 141 രാജ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായ നിലപാടെടുത്ത് റഷ്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അതൊരു ബഹുഭൂരിപക്ഷമാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഏഷ്യയിലെ ഭൂരിപക്ഷം രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കയിലെ, ആഫ്രിക്കയിലെ രാജ്യങ്ങൾ ഇങ്ങനെ രംഗത്ത് വന്നതുകൊണ്ടാണ്, ഓസ്ട്രേലിയ അടക്കം വന്നതുകൊണ്ടാണ് ഈ തരത്തിൽ 141 രാജ്യങ്ങൾ ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. റഷ്യയ്ക്ക് അനുകൂലമായി 5 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. റഷ്യയും ബെലാറസും സിറിയയും എറിട്രിയയും ഒക്കെ അടക്കമുള്ള 5 രാജ്യങ്ങൾ മാത്രമാണ് അവർക്ക് റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ളൂ. ഇന്ത്യയും ചൈനയും അടക്കമുള്ള 35 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, അനുകൂലിക്കുന്നവർ റഷ്യയുടെ ചുറ്റിപ്പറ്റിയുള്ള, സിറിയ റഷ്യയുടെ ഉപഗ്രഹ രാജ്യമാണ്, ബെലാറസ് ഉണ്ട്, എറിട്രിയ ഉണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങൾ മാത്രമാണ് റഷ്യയോടൊപ്പം ഉള്ളത്. അതൊരു വലിയ തരത്തിൽ അവരെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഒപ്പം ആകെ ആശ്വസിക്കാവുന്നത് 35 രാജ്യങ്ങൾ
വിട്ടുനിന്നു എന്നുള്ളതാണ്. അതിൽ വലിയ രാജ്യങ്ങളായിട്ടുള്ള ചൈനയും ഇന്ത്യയും ഒക്കെ ഉണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ, താലിബാന്റെ അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഒക്കെ റഷ്യക്കെതിരെ നിലപാടെടുത്തു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കേണ്ട താലിബാൻ അവർ പോലും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൊണ്ടുവന്ന ഇതിൻ്റെ കൂടെ നിന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും റഷ്യ പ്രതിരോധത്തിലാണ്. പക്ഷേ ലോകവികാരം ആ തരത്തിലൊന്നും റഷ്യ കാണുന്നില്ല. ചൈന പോലും വിട്ടുനിൽക്കുമ്പോൾ റഷ്യയ്ക്ക് അനുകൂലമായി വീറ്റോ പ്രയോഗിക്കാനോ വോട്ട് ചെയ്യാനോ തയ്യാറായില്ല എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഉക്രൈനുമായി നല്ല വ്യാപാര ബന്ധമുണ്ട് ചൈനയ്ക്ക്. അപ്പോൾ ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് റഷ്യയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പക്ഷേ പുടിൻ വഴങ്ങുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് ഈ മണിക്കൂറുകളിൽ പോലും റഷ്യയിൽ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഒരുപാട് പേർ, 10,000-ലേറെ പേർ അറസ്റ്റിലായിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് change.org പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നത്. ബെലാറസിൽ ജനങ്ങൾ രംഗത്താണ്. ഈ ബെലാറസിൽ നടക്കുന്ന ചർച്ച പോലും ഒരു ഫാഴ്സ്, ഒരു അസംബന്ധം ആയി മാറും എന്നുള്ള ചിന്തകളുണ്ട്. പ്രത്യേകിച്ച് ബെലാറസിൽ നടക്കുന്ന ചർച്ചയിൽ റഷ്യ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഒരുപക്ഷെ സമവായത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. കെഴ്സൺ നഗരം വീണുപോയി. കർക്കീവിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു. കീവിനെ ലക്ഷ്യം വെച്ച് 65 കിലോമീറ്ററുള്ള കോൺവോയ് പതുക്കെയാണ് നീങ്ങുന്നത്. ഇതുവരെ അവർക്ക് നഗരത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളഞ്ഞ് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഒന്നും കൊടുക്കാതെ ശ്വാസം മുട്ടിച്ച് ജനങ്ങളെയും സൈന്യത്തെയും കീഴടക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വിക്ടർ എന്ന പഴയ പ്രസിഡന്റിനെ കൊണ്ടുവന്ന് അവിടെ, യാനുക്കോവിച്ചിനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനും റഷ്യ ശ്രമം നടത്തുന്നു. ഇത് എവിടം വരെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമല്ല. സെലൻസ്കിയെ പോലെ അവിടുത്തെ ഏറ്റവും ജനകീയനായ നേതാവ്, പ്രസിഡന്റ് ഇപ്പോഴും ബങ്കറുകളിലാണ്, മന്ത്രിമാർ ബങ്കറുകളിലാണ്. അവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യൻ സേന മാത്രമല്ല, അവരുടെ വാടക കൊലയാളികൾ എന്നറിയപ്പെടുന്ന വാഗ്നർ ഗ്രൂപ്പ് 400-ലേറെ കില്ലർ സ്ക്വാഡിനെ കീവിൽ ഇറക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി അവരെ കൊലപ്പെടുത്തുകയോ യുദ്ധത്തടവുകാരായി പിടിച്ചുകൊണ്ടുപോവുകയോ ചെയ്യാനാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. PP ജെയിംസ്, UN-ലടക്കം, അതായത് UN-ൽ പ്രമേയം കൊണ്ടുവരുന്നു, റഷ്യ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം വരെ ഏർപ്പെടുത്തിക്കൊണ്ട് പല ലോക രാജ്യങ്ങളും രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ അതിനിടെ റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതിനിടെയാണ് ഇന്ന് 2ാം ഘട്ട ചർച്ച നടക്കുന്നത്. വലിയ പ്രതീക്ഷ ലോകരാജ്യങ്ങൾ ആ ചർച്ചയിൽ പുലർത്തുന്നില്ല. പക്ഷെ അതിനിടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു അനുനയ ചർച്ചകൾക്ക് ഏതെങ്കിലും രാജ്യങ്ങളോ അല്ലെങ്കിൽ UN തന്നെ നേരിട്ട് രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്? പ്രത്യേകിച്ചും ഈ വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ചയ്ക്ക് മറ്റേതെങ്കിലും ലോകരാഷ്ട്രങ്ങൾ നേതൃത്വം നൽകുമോ? ആ രീതി സാധ്യതയുണ്ടോ ഇനി? ടോമെ, ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ചൈന സംസാരിച്ചു, ഇന്ത്യ സംസാരിച്ചു. ചൈനയും ഇന്ത്യയൊക്കെയാണ് റഷ്യയുമായിട്ട് അടുത്ത് നിൽക്കുന്ന വൻ രാഷ്ട്രങ്ങൾ. ആ തരത്തിലൊന്നും പിന്മാറാൻ തയ്യാറല്ലെന്ന് പുടിൻ അറിയിച്ചത് കൊണ്ടാണല്ലോ യുദ്ധം മുന്നോട്ട് പോകുന്നത്. പുടിന് മാസങ്ങളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിൽ ആദ്യം അവർ ലുഹാൻസ്കും ഡോൺസ്ക് പോലെയുള്ള റഷ്യൻകാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലം പിടിച്ചെടുക്കുകയും പിന്നീട് ഒറ്റയടിക്ക് ഉക്രൈനെ കീഴടക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇത് കണ്ടില്ല. അവർ വിചാരിച്ചത് ക്രീമിയ 2014-ൽ പിടിച്ചടക്കിയതുപോലെ തൊട്ടു പിറകെ ഉള്ള 1-2 സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് പിന്മാറുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കീവിൽ ആദ്യത്തെ ദിവസം തന്നെ കീവിൽ തലസ്ഥാനത്ത് ബോംബ് വന്ന് വീണതോടെ ഒരു കാര്യം വ്യക്തമായി. ഉക്രൈൻ മുഴുവനായിട്ട് പിടിച്ചെടുക്കാനാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഇത് പുടിനും പുടിൻ്റെ വളരെ അടുത്ത ഉപദേശകർക്കുമല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു. സൈന്യത്തിന് പോലും ഇതിൻ്റെ വിവരം കിട്ടുന്നത് ഏറ്റവും അവസാനമാണ്. റഷ്യൻ സൈനികർ വീട്ടിലേക്ക് അയച്ച മെസ്സേജുകളിൽ ഇവരോട് പറഞ്ഞ് ഫലിപ്പിച്ചിരുന്നത് ഉക്രൈനിലേക്ക് കടന്നാൽ ഒരു തരത്തിലും തിരിച്ചാക്രമണം ഉണ്ടാവില്ല, നിങ്ങളെ പൂവുകൾ തന്ന് സ്വീകരിക്കും അവിടുത്തെ ജനത എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രശ്നത്തിലാണ്. ജനങ്ങൾ ചെറുത്തു നിൽക്കുന്നു, ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു, റഷ്യൻ സൈനികരും ഒരുപാട് കൊല്ലപ്പെടുന്നു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നറിയില്ല എന്നാണ് റഷ്യൻ സൈനികരെ കോട്ട് ചെയ്തുകൊണ്ട് റഷ്യയിലെ മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കളൊക്കെ പുറത്തു പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇത് വലിയ രീതിയിൽ റഷ്യൻ സൈന്യം 6000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
അങ്ങനെ പുടിൻ പിൻവാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ തന്ത്രം നടപ്പിലാക്കി ഉക്രൈനെ വീഴ്ത്തിയ ശേഷം പിൻവാങ്ങാമെന്നായിരിക്കും ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത്. ഈ ഇന്ത്യക്കാരുടെ കാര്യമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സുരക്ഷാ പാത ഒരുക്കാൻ ഒരു പക്ഷേ റഷ്യ ഒരു വെടിനിർത്തലിന്, താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാവുമോ എന്ന് മാത്രമാണ് നോക്കാനുള്ളത്. പ്രത്യേകിച്ച് റഷ്യയുടെ അതിർത്തികൾ വഴിക്ക് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് സുമി സർവകലാശാല, തൊട്ടടുത്തുള്ള കാർക്കീവ്, ഇവിടെയൊക്കെ റഷ്യൻ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് പോളണ്ട്, സ്ലോവാക്യ, റൊമാനിയ, മോൾഡോവ അവിടേക്കൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ അതിർത്തികളിലൂടെ 40-50 കിലോമീറ്ററാണ് സുമി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളത്, കാർക്കീവിൽ നിന്നും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അതിന് റഷ്യയുടെ സഹായം വളരെ അത്യാവശ്യമാണ്. പക്ഷെ അവിടെ വരുന്നൊരു വലിയ പ്രശ്നം കിട്ടും. എപ്പോഴും ഉക്രൈൻ സൈന്യം ശത്രുക്കളാണ് റഷ്യക്ക്. ഒരു ശത്രു സൈന്യത്തെ കടന്നു വേണം മറ്റു രാജ്യത്തെത്താനായിട്ട്. മറ്റു പ്രദേശങ്ങളിലൊന്നും ആ പ്രശ്നമില്ല. പോളണ്ടും ഉക്രൈനും തമ്മിൽ, പോളണ്ടും റൊമാനിയയും തമ്മിൽ, പോളണ്ടും സ്ലോവാക്യയും തമ്മിൽ എല്ലാം നല്ല ബന്ധങ്ങളാണ്. അതുകൊണ്ട് കടക്കാൻ പ്രശ്നമില്ല. എന്നിട്ട് പോലും പോളണ്ടിൻ്റെ അതിർത്തിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന അവസ്ഥയുണ്ടായി. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഒരു കാര്യം നമ്മളൊക്കെ ഒരു പക്ഷേ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളെ നാണിപ്പിക്കുന്നത്, പാശ്ചാത്യ മാധ്യമപ്രവർത്തകർ വംശീയതയുടെ ചില കാര്യങ്ങൾ പുറത്തെടുക്കുകയും നമ്മൾ യൂറോപ്യൻ ആൾക്കാരാണ്, വെളുത്ത വംശജനാണ്, നമ്മൾ തമ്മിൽ ഇങ്ങനെ യുദ്ധം നടത്തുന്നത്, ആൾക്കാരെ കൊല്ലുന്നത് ശരിയല്ല, അത് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നടന്നോട്ടെ എന്ന രീതിയിൽ നടത്തിയ വംശീയ പരാമർശങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാത്രമല്ല, ആഫ്രിക്കൻ വിദ്യാർത്ഥികളെയും, ഒരുപാട് ആഫ്രിക്കൻ പൗരന്മാരെയൊക്കെ അവർ വംശീയ വെറിയുടെ പേരിൽ മർദ്ദിക്കുക ചെയ്ത കാര്യങ്ങൾ, ഉക്രൈൻ സൈന്യത്തെക്കുറിച്ചുള്ള വലിയ പരാതികൾ രംഗത്ത് വരുന്നുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യക്ക് കുറച്ചുകൂടി അനുകൂലമായ നിലപാട് റഷ്യയുടേതാണ്. പ്രത്യേകിച്ച് എല്ലാവരും എതിർക്കുമ്പോഴും റഷ്യയോട് ഒരു സോഫ്റ്റ് കോർണർ ഇന്ത്യ കാണിച്ചുവെന്ന് റഷ്യൻ ഭരണകൂടം കരുതുന്നുണ്ട്. പി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. മധു, ഈ ഇന്ത്യക്കാരെ യുക്രൈനിൽ ബന്ദികളാക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം ഉയരുന്നു. റഷ്യ ആകട്ടെ അതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുന്നു. അമേരിക്കൻ നിലപാടടക്കം തള്ളുന്നു. ഇന്ത്യ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്ക എങ്ങനെയാണ് സ്ഥിതിഗതികൾ ഇപ്പോൾ കാണുന്നത് മധു? ടോം, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ്റെ ഒരു പ്രസ്താവന ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും നയതന്ത്രത്തിൻ്റെ വാതിലുകളും അമേരിക്ക തുറന്നിട്ടിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും സമാധാനപരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാണെന്ന് പറയുന്നു. എന്നാൽ അതേസമയം 3200ഓളം സൈനികരെ അടിയന്തരമായിട്ട് നാറ്റോ സഖ്യകക്ഷികളുടെ രാജ്യങ്ങളിൽ എത്തുവാനായിട്ട് അമേരിക്ക നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇവരോട് പറഞ്ഞിരിക്കുന്നത് 6 മാസത്തേക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് വേണം പോകുവാൻ. അതായത് ഒരുപക്ഷെ യുദ്ധം 6 മാസം വരെ നീണ്ടുപോയേക്കാം എന്നുവരെ അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ ഒരു പാത തുറക്കുക എന്നുള്ളതിൻ്റെ ഒരേ ഒരു കാരണത്താൽ അവർ പരീക്ഷിക്കാനിരുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം ഉപേക്ഷിച്ചു. അത് ഉടൻ നടക്കേണ്ടതായിരുന്നു. അതും അവർ പറയുന്നത് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ആണവ ശക്തി എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതുമാത്രമല്ല, ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പിരിമുറുക്കം ഒഴിവാക്കുക, അതുമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സുപ്രധാന വാർത്ത ഈ നിമിഷം വന്നിരിക്കുന്നത്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് റഷ്യൻ പ്രസിഡന്റ് പുടിനെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോസിക്യൂട്ടർ കരീം ഖാൻ പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളും മനുഷ്യാവകാശത്തിന് മേളിലുള്ള ലംഘനങ്ങളും ഇവ 2013 മുതൽ ഇതാണ് റഷ്യയ്ക്കും റഷ്യൻ പ്രസിഡന്റിനെതിരെയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക. ടോം, മധു കൊട്ടാരക്കരയും പി ജെയിംസും ബി ദിലീപ് കുമാറുമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് എം പി പ്രദീപ് കുമാറും ചേരുന്നുണ്ട്. ഇന്ത്യക്കാരെ യുക്രൈനിൽ ബന്ദിയാക്കിയിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല. യുക്രൈനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാരുമായി നിരന്തരം ആശയവിനിമയം തുടരുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.
റഷ്യ, റൊമാനിയ, പോളണ്ട്, ഹംഗറി, സ്ലോവാക്യ, മോൾഡോവ എന്നീ രാജ്യങ്ങളുമായി രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ പൗരന്മാരെ യുക്രൈൻ മനുഷ്യ കവചമാക്കുന്നുവെന്ന റഷ്യയുടെ ആരോപണം നിഷേധിച്ച് അമേരിക്ക രംഗത്തെത്തി. അതിനിടെ ഓപ്പറേഷൻ ഗംഗാ ദൌത്യത്തിന്റെ ഭാഗമായി വ്യോമസേനയുടെ 4ാമത്തെ വിമാനവും ഡൽഹിയിലെത്തി. അടുത്ത 24 മണിക്കൂറിൽ 15 രക്ഷാദൌത്യ സർവീസുകൾ കൂടി ഇന്ത്യ നടത്തും. വിശദാംശങ്ങളുമായി പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു വാർത്തകളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ ഉണ്ടായത്. കാരണം ഇന്ത്യക്കാരെ മനുഷ്യ കവചമാക്കുന്ന ഒരു നടപടിയിലേക്ക് യുക്രൈൻ നീങ്ങുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അത് നിഷേധിക്കുന്നുണ്ട്. അമേരിക്ക അടക്കം അത് പൂർണ്ണമായി നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. ഈ വിഷയത്തിൽ എന്താണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വിശദീകരിക്കുന്നത്? ഉന്മേഷ്, ടോം, ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായ ഒരു വിശദീകരണം വന്നിരിക്കുന്നു. ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവിടെ യുക്രൈനിൽ ബന്ദികളാക്കിയിരിക്കുന്നു എന്ന ഈ റഷ്യയുടെ ആരോപണത്തിലാണ് ഇപ്പോഴൊരു പ്രതികരണം വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ചർച്ചകൾ നടന്നിരുന്നു. ഇതിനുശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ്, പ്രസ്താവനയിലാണ് റഷ്യ ഇക്കാര്യം പറഞ്ഞിരുന്നത്. അത് മിലിറ്ററിയും പിന്നീട്, അതായത് റഷ്യൻ മിലിറ്ററിയും പിന്നീട് പ്രസ്താവന ഇറക്കി. അതിലും ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ യുക്രൈൻ അവരുടെ ബന്ദികളാക്കുകയും മനുഷ്യ കവചമായി ഉപയോഗിക്കുകയും ചെയ്യുമെന്ന മട്ടിലുള്ള ഒരു പ്രസ്താവനയാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും അതിനോടാണ് ഇപ്പോൾ രാജ്യം പ്രതികരിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ജി തന്നെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ പോലും ബന്ദികളാക്കി എന്നുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല യുക്രൈനോട് അവരുടെ സഹകരണത്തോട് നന്ദിയും കൂടി പറഞ്ഞിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. കാരണം ഇപ്പോൾ ഈ ഖാർക്കീവ് അടക്കമുള്ള മേഖലകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, നിരവധി വിദ്യാർത്ഥികൾക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സഹായമായത് ഈ യുക്രൈൻ അധികൃതരുടെ കൂടി സഹകരണമാണ്. അതിനാണ് ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നന്ദി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യുക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖല പങ്കിടുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളോടും ഇന്ത്യ നന്ദി അറിയിച്ചിട്ടുണ്ട്. അതായത് താമസം അടക്കം സൗകര്യങ്ങൾ ഈ പടിഞ്ഞാറൻ അതിർത്തി വഴി കടന്നെത്തുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് താമസം അടക്കം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനാണ് നന്ദി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രദീപ്, ഈ ഖാർക്കിവിൽ അടക്കം ഇന്നലെ എംബസിയുടെ അടിയന്തര നിർദ്ദേശമുണ്ടായിരുന്നു. വൈകിട്ട് 6 മണിക്കകം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷവും ഈ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഒട്ടേറെ മലയാളി വിദ്യാർത്ഥികൾ നമ്മോട് സംസാരിച്ചതുമാണ്. അവരെയൊക്കെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കുന്നത്? റഷ്യ വഴിയുള്ള രക്ഷാദൌത്യം എങ്ങനെ ഇപ്പോൾ ആലോചനയിലുണ്ട്? പ്രദീപ് കുമാർ. ഉന്മേഷ്, യുക്രൈൻ്റെ കിഴക്കൻ മേഖലയിൽ ഇപ്പോഴും ഒരു വലിയ പ്രശ്നമായി, അല്ലെങ്കിൽ വലിയൊരു സങ്കീർണതയായി തന്നെ നിൽക്കുകയാണ്. കാരണം ഏറ്റവും പ്രധാനമായി നമുക്കതിൽ പറയാനുള്ളത്, റഷ്യൻ അതിർത്തി വഴി ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ, ഒരു മാനുഷിക ഇടനാഴി തുറന്നുകൊണ്ട് അവർക്ക് സുരക്ഷിത പാത ഒരുക്കാം എന്നുള്ളൊരു ധാരണയായിരുന്നു ഇന്നലെ നരേന്ദ്രമോദിയുടെയും ഒപ്പം തന്നെ വ്ളാദിമിർ പുടിൻ്റെയും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. അങ്ങനെ ധാരണ ഉണ്ടായെങ്കിൽ പോലും ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു കൃത്യമായ നടപടികളിലേക്ക് വന്നിട്ടില്ല. മോസ്കോ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മോസ്കോയിൽ ഇന്ത്യൻ എംബസിയിലും ഉദ്യോഗസ്ഥരും ആണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത്. മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഫോളോ അപ്പ് നടത്തുന്നുണ്ടെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ത്യൻ എംബസി ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നതും അതുതന്നെയാണ്. അതായത് എത്രയും പെട്ടെന്ന് ഈ ഖാർക്കീവ് തുടങ്ങിയ മേഖലകൾ, ഈ കിഴക്കൻ ഉക്രൈനിലെ സംഘർഷ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് ഈ സുരക്ഷിത പാത ഒരുക്കിക്കൊണ്ട് റഷ്യൻ അതിർത്തിയിൽ എത്തിക്കുകയും അങ്ങനെ രാജ്യത്ത് തിരികെ എത്തിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അതിനുള്ള ഒരു കൃത്യമായ പദ്ധതി ഉണ്ടെങ്കിൽ പോലും അത് നടപ്പാകുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതുവരെ നടപ്പാക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ഇനി എന്തായാലും വരും മണിക്കൂറുകളിൽ എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ നടപടികൾ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്യം ശ്രദ്ധിക്കുന്നത് ഈ ഖാർക്കീവിൽ നിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് പടിഞ്ഞാറൻ മേഖലയിലേക്ക്, അതായത് പടിഞ്ഞാറൻ മേഖല ശാന്തമാണ്, ആ മേഖലകളിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് റൊമാനിയ, പോളണ്ട് തുടങ്ങിയ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തി വഴി എങ്ങനെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ പ്രോസസ്സ്, ആ നടപടികളിലൂടെ രാജ്യത്ത് തിരികെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾ ഖാർക്കീവിൽ നിന്ന് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഓടിക്കണം എന്നൊരു അഭ്യർത്ഥന ഇപ്പോൾ ഇന്ത്യ യുക്രൈൻ്റെ മുന്നിൽ വച്ചിട്ടുണ്ട്. അതിലെന്തായാലും നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യം ഉള്ളത്.
ഇന്ത്യ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഈ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വ്യോമസേനയുടെ 4 വിമാനങ്ങൾ ഇന്ന് തിരികെ C-17 വിമാനങ്ങൾ ഇന്ന് ഇന്ത്യക്കാരുമായി തിരിച്ചെത്തിയിരിക്കുന്നു. അതായത് ഏകദേശം 800ഓളം പേരെയാണ് ഇതുവരെയും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി യുക്രൈനിലേക്ക് തിരിക്കുമെന്ന വിശദാംശങ്ങളും വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി. നിതിൻ, ഏത് രീതിയിലാണ് ഇന്ത്യയുടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്? വ്യോമസേനയുടെ 4 വിമാനങ്ങളിലായി 800ഓളം പേരെ ഇതുവരെയും തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്ര വിമാനങ്ങളായിരിക്കും ഇനിയുള്ള, പ്രത്യേകിച്ചും ഇന്ന് എത്ര വിമാനങ്ങളാണ് യുക്രൈൻ അതിർത്തി രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്നത്? ടോം, ഇന്ന് രാവിലെ 1 മണിയോടുകൂടിയാണ് ആദ്യത്തെ വ്യോമസേനയുടെ C-17 വിമാനം ഹിൻഡൻ വ്യോമത്താവളത്തിലെത്തിയത്. അതിനുശേഷം 8 മണിയോടുകൂടി തന്നെ 3 ഹിൻഡൻ വ്യോമത്താവളത്തിൽ C-17 വിമാനമെത്തി. വൈകാതെ തന്നെ കൂടുതൽ വിമാനങ്ങൾ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഓരോ വിമാനത്തിലും 200 പേരെ എല്ലാം തന്നെ വഹിച്ചുകൊണ്ടാണ് ഒരു വിമാനം ഇങ്ങോട്ടേക്ക് വരുന്നത്. അത്തരത്തിൽ കൂടുതൽ പേരെ ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഓപ്പറേഷൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ന് ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് ഇതുവരെ എത്തിയിരിക്കുന്നത് 4 വിമാനങ്ങളാണ്. വൈകാതെ തന്നെ 2 വിമാനങ്ങൾ കൂടി എത്തും. അത്തരത്തിൽ കൂടുതൽ വിമാനങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിക്കൊണ്ട് പരമാവധി ഇന്ത്യക്കാരെ വേഗത്തിൽ എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏകദേശം 20ഓളം വിമാനങ്ങൾ എത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്ക്. ഏകദേശം ഒരു 5000 ആളുകൾ ഇപ്പോൾ രാജ്യത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചയക്കുന്ന ഒരു നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ ദ്രുതഗതിയിൽ തന്നെ ഇത് നടപ്പാക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മാർച്ച് 8 വരെയുള്ള കണക്ക് പ്രകാരം 46 വിമാന സർവീസാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. 46 വിമാന സർവീസാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ബുഡാപെസ്റ്റ്, ബുക്കാറസ്റ്റ്, അതോടൊപ്പം തന്നെ പോളണ്ട്, കൂടാതെ സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വിമാനത്താവളം ഈ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിരവധി ആളുകൾ എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി റഷ്യൻ അതിർത്തി തുറക്കുകയാണെങ്കിലുള്ള രക്ഷാദൗത്യം എപ്രകാരമായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാവുക. ഇന്നലെ തന്നെ റഷ്യയും അതിർത്തിയുമായി ബന്ധപ്പെട്ട ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ്. ഈ രക്ഷാദൗത്യത്തിൽ എന്ത് മാർഗമാണ് സ്വീകരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്ന് അതിന്റെ ഒരു തീരുമാനം ഉണ്ടാകും. പ്രധാനമായും വ്യോമസേനയുടെ വിമാനങ്ങൾ ഈ മേഖലകളിലേക്ക് അയക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിന്റെ എല്ലാം തന്നെ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകും. എന്തായാലും വ്യോമസേനയുടെ C-17 വിമാനമെല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യോമസേന അധികൃതർ നൽകുന്ന വിവരം. ആ ഒരു പശ്ചാത്തലത്തിൽ വൈകാതെ തന്നെ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും ഈ 4 രാജ്യങ്ങൾ വഴിയുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നത്. ഏകദേശം 5000ഓളം ആളുകളെ ഇന്ത്യയിലെത്തിക്കാൻ സാധിച്ചു. 20 വിമാനങ്ങളാണ് ഇതുവരെ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി രാജ്യത്ത് എത്തിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് രക്ഷാദൗത്യം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്നും മറ്റു വാർത്തകളിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബ്രേക്കിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. യുദ്ധഭൂമിയിലെ അവസാന ഇന്ത്യക്കാരനെയും തിരികെ എത്തിക്കുന്നതുവരെ സർക്കാരിന് വിശ്രമമില്ലെന്ന് പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് 24നോട്. കൂടുതൽ വ്യോമസേന വിമാനങ്ങൾ അതിർത്തി രാജ്യങ്ങളിലേക്ക് അയക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഹിൻഡൻ വ്യോമത്താവളത്തിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മന്ത്രി അജയ് ഭട്ട് ഇപ്പോൾ 24 ചേരുകയാണ്. बहुत अच्छा है और मैं समझता हूँ कि इतना फास्ट काम कभी नहीं हुआ है जितना फास्ट काम इस समय हुआ है। अभी देखिए 4 तो अभी हमारे ही एयरफोर्स के जहाज़ लेके आए हैं आपके सामने, जिसमें 200 बच्चे थे। आगे जो दूसरा जहाज़ आ रहा है 210 हैं, फिर 200 हैं, किसी में 215 हैं, किसी में 210 हैं। अभी 4 जहाज़ अभी और आने बाकी हैं और सिविल एविएशन के अन्य जहाज़ हमारे लगातार आ रहे हैं, वो भी उतर रहे हैं। तो ये बेस कैंप में सिर्फ आर्मी के जहाज़ और एयरफोर्स के जहाज़ हमारे उतर रहे हैं। बच्चों के चेहरे से, उनकी क्लैपिंग करने से, भारत माता की जय बोलने से, नरेंद्र मोदी जी जिंदाबाद बोलने से ये साफ जाहिर हो रहा है कि बच्चों ने बहुत सुकून उनको यहाँ पर हुआ है और उन्होंने बहुत ही आनंद लिया है देश में आने पर। हम लोगों ने उनका यहाँ पर स्वागत किया है मोदी जी की तरफ से। Planning in evacuation Russian border? Russian border? Is there any planning from evacuation of Russian border? नहीं, तो वो तो प्लानिंग तो विदाउट प्लानिंग के थोड़ी हो रहा है, तो सारी प्लानिंग से है वहाँ, तो इसकी तो अकॉर्डिंग टू प्लानिंग ही सब कुछ हो रहा है। हमारे फिर जहाज़ जाएंगे, फिर आएंगे, फिर जाएंगे, फिर आएंगे। जब तक एक एक छात्र नहीं आ जाता हमारा, तब तक सरकार ऑपरेशन गंगा बंद करने वाली नहीं है। और मोदी जी स्वयं मॉनिटरिंग कर रहे हैं
और कितनी बार तो उन्होंने बैठकें ले ली है, कैबिनेट की बैठकें ले ली हैं। 4 मिनिस्टर्स हमारे वहाँ गए हैं जिन्होंने सारी चीज़ों को संभाला है वहाँ पर। എന്തായാലും റഷ്യൻ അതിർത്തി വഴിയുള്ള ഇവാക്യുവേഷനും പരിഗണനയിലുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ ഒരു നിരീക്ഷണത്തോടുകൂടിയാണ് ഇപ്പോൾ വ്യോമസേനയുടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി അജയ് ഭട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആശിഷ് മട്ടൂനൊപ്പം നിതിൻ അംബുജൻ, 24. മന്ത്രി അജയ് ഭട്ട് ഖാർക്കീവിലും സുമിയിലും കുടുങ്ങിയ വിദ്യാർത്ഥികളെ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി വേണു രാജാമണി. കുടുങ്ങിക്കിടക്കുന്നവരുമായി വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. 800ഓളം മലയാളികൾ ഖാർക്കീവിൽ നിന്ന് ട്രെയിൻ മാർഗം പടിഞ്ഞാറൻ യുക്രൈനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നും വേണു രാജാമണി പറഞ്ഞു. ഒരു വലിയൊരു സംഘം വിദ്യാർത്ഥികൾ സുരക്ഷയിലേക്ക് നീങ്ങിയിട്ടുണ്ട് കാർഗിവ് നഗരത്തിൽ നിന്നും. അതുകൂടാതെ ഇനിയും കാർഗിവിൽ ബാക്കി വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. അവർ ഇന്ന് രാവിലെ തൊട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഇന്നലെയും ട്രെയിനിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വിവരം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ട്രെയിനിൽ കയറാൻ വേണ്ട നടപടികൾ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഇനി കാർഗിവിൽ അവശേഷിക്കുന്ന ആൾക്കാരും സുമിയിൽ ഇരിക്കുന്ന ആൾക്കാരുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി. ഇത് രണ്ടിനുമായിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്ന് സജീവമായി പ്രവർത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണം നടക്കുമ്പോഴെല്ലാം യുക്രൈനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കാത്തവർക്കും പലായനം പ്രതിസന്ധിയിലായവർക്കും ഏക രക്ഷാമാർഗം ബങ്കറുകളാണ്. ഭൂമിക്കടിയിലെ അഭയകേന്ദ്രം. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലും സംഘർഷ മേഖലകളിലും ജനങ്ങളുടെ സുരക്ഷാ കേന്ദ്രമാണ് ബങ്കറുകൾ. എന്താണ് ബങ്കറുകൾ എന്ന് പരിശോധിക്കാം. ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ പ്രതിൻ സി കണ്ണൻ വിശദീകരിക്കുന്നു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിൽ പകച്ചു നിൽക്കുകയാണ് ലോകം. ഓരോ ദിനവും ആക്രമണത്തിന്റെ കുന്തമുന രാഗിമെനിക്കുകയാണ് റഷ്യ. റഷ്യൻ സൈന്യത്തിന്റെ മിസൈൽ ആക്രമണത്തിൽ നിന്നും ഷെല്ലാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എല്ലാവരും ആശ്രയിക്കുന്ന ഒരിടമുണ്ട്: ബങ്കറുകൾ. കഴിഞ്ഞ 7 ദിവസമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാക്ക് ബങ്കർ. എന്താണ് ബങ്കർ? വിശദമായി പരിശോധിക്കാം. ഇതാ, അപകട സൈറൺ മുഴങ്ങിക്കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ബങ്കറിലെത്തണം. സോ ലെറ്റ്സ് ഗോ ടു ദി ബങ്കർ നൗ. യെസ്, ഞാനിപ്പോൾ ബങ്കറിന് അകത്തെത്തിയിരിക്കുന്നു. ഓരോ തവണ അപകട സൈറൺ മുഴങ്ങിയപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിയത് ഇത്തരം ബങ്കറുകൾക്കകത്തേക്കാണ്. ഇനി എന്താണ് ഈ ബങ്കറുകളിൽ ഉള്ളത്? അത് വിശദമായി കാണാം. ഭൂമിക്കടിയിലെ വെറുമൊരു തുരങ്കമാണോ ബങ്കർ? എന്തിനാണ് ഇത്തരം ബങ്കറുകൾ നിർമ്മിക്കുന്നത്? ഇതാണ് ചോദ്യം. സ്ഫോടനം, ആണവവികിരണം ഇവയിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയാണ് ഇത്തരം ബങ്കറുകൾ നിർമ്മിക്കുന്നത്. അതായത് ചില്ലറക്കാരനല്ല ഈ തുരങ്കമെന്ന് വ്യക്തം. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കനുസരിച്ചാകും ഇവയുടെ നിർമ്മാണം. യുദ്ധവും സംഘർഷവും പതിവായ മേഖലകളിൽ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് രക്ഷാകേന്ദ്രത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയാണ് ഇത്തരം ബങ്കറുകൾ മുൻകൂട്ടി നിർമ്മിക്കുന്നത്. എന്നാൽ പല രാജ്യങ്ങളും പല രീതിയിൽ ബങ്കറുകൾ നിർമ്മിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി എന്തെല്ലാമാണ് ഈ മട്ടിലുള്ള ബങ്കറുകളിൽ ക്രമീകരിച്ചു കാണുക എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വൈദ്യുതി സൗകര്യം മാത്രമാണ് മിക്കവാറും ബങ്കറുകളിൽ ഉണ്ടാവുക. എന്നുവെച്ചാൽ ഭക്ഷണത്തിനും മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കും ഈ ബങ്കർ വിട്ട് കെട്ടിടത്തിലെ സൗകര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറെ ദുരിതം അനുഭവിച്ചത് ഈ കാര്യം കൊണ്ടാണ്. യുക്രൈനിലെ ബങ്കറുകളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഈ ഭിത്തിയോളം തന്നെ ശക്തിയുള്ള ഉരുക്ക് വാതിലുകൾ ബങ്കറുകൾക്കുണ്ട്. മറ്റൊന്ന് സ്റ്റീൽ കട്ടിളയാണ്. ചൂടിനെ തടയിടാൻ കട്ടി കൂടിയ തടി കൂടി ബങ്കറുകളിൽ ഉപയോഗിക്കുന്നു. ഇതെല്ലാമാണ് ഈ 10 അടി താഴ്ചയിലുള്ള ഓരോ ബങ്കറുകളിലും കാണാൻ സാധിക്കുക. ഇനി എങ്ങനെയാണ് ബങ്കറുകളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത് എന്നതുകൂടി പരിശോധിക്കാം. യുക്രൈനിൽ മൊബൈൽ ആപ്ലിക്കേഷനായ ടെലിഗ്രാമിലൂടെയാണ് ഓരോ പ്രദേശത്തെയും ആളുകൾ ഒളിച്ചിരിക്കേണ്ട ബങ്കറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നത്. എന്നാൽ ഇന്റർനെറ്റ് സംവിധാനം നിലച്ചാൽ ഇത്തരം ആശയവിനിമയം പ്രതിസന്ധിയിലാവും എന്നതാണ് ഒരു പരിമിതി. പുറത്തേക്കും അകത്തേക്കും ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നതും ബങ്കറിന്റെ മറ്റൊരു പരിമിതിയാണ്. യുക്രൈനിൽ എല്ലാ ബഹുനില കെട്ടിടങ്ങളുടെയും അടിയിൽ ഇത്തരം ബങ്കറുകളുണ്ട്. 50ഓളം പേർക്ക് ഒരു ബങ്കറിൽ സുഖമായി കഴിയാം. ഫ്ളാറ്റിന്റെ വലുപ്പത്തിന് ആനുപാതികമായിട്ടാണ് ഇവയുടെ എണ്ണം.
അതായത് 5 ബങ്കർ വരെയുള്ള ഫ്ളാറ്റുകൾ യുക്രൈനിലുണ്ട് എന്നതാണ് സത്യാവസ്ഥ. ഇപ്പോൾ അടിയന്തര സാഹചര്യമാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളും വലിയ ഫ്ളാറ്റുകളിലെ കനാലുകളും ഒക്കെ തന്നെ ബങ്കറായി ഉപയോഗിക്കുന്നുമുണ്ട്. ഇനി ചരിത്രപരമായി ബങ്കറിന് മറ്റൊരു അടയാളപ്പെടുത്തൽ കൂടിയുണ്ട്. 1945 ഒളിവിൽ കഴിയവേ ജർമ്മൻ സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലർ മരണമടഞ്ഞതും ഒരു ബങ്കറിൽ കിടന്നുകൊണ്ടാണ്. CPIM സംസ്ഥാന സമ്മേളനം 3-ാം ദിനം. സംസ്ഥാന സമ്മേളനത്തിൽ CPIയെ കടന്നാക്രമിച്ച് CPIM. റവന്യൂ വകുപ്പിന്റെ പേരിൽ CPI നേതാക്കൾ പണപ്പിരിവ് നടത്തുന്നുവെന്ന വിമർശനം. പട്ടയമേള CPI നേതാക്കൾ അഴിമതിക്ക് അരങ്ങാക്കി. നേട്ടങ്ങളുടെ ക്രെഡിറ്റ് അടിക്കാനാണ് CPIക്ക് ഉത്സാഹമെന്നും തെറ്റുകൾ CPIMന്റേത് മാത്രമാകുന്നെന്നും വിമർശനമുണ്ട്. അതിനിടെ വനിതാ നേതാക്കളോട് ചില പുരുഷ നേതാക്കളുടെ സമീപനം മോശമെന്നും ഇത് ഖേദത്തോടെ പറയേണ്ടി വരികയാണെന്നും സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മോശം പെരുമാറ്റത്തിനെതിരെ പരാതി നൽകിയാലും പരിഗണിക്കുന്നില്ല. വനിതാ പ്രവർത്തകരുടെ പരാതിയിൽ ഷൊർണൂർ മുൻ MLA PK ശശിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച കാര്യം റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിമർശനം. തനേഷ് തമ്പി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മറൈൻ ഡ്രൈവിൽ നിന്നും. തനേഷ് തമ്പി, CPIക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം സമ്മേളനവേദിയിൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കാനുള്ളത്? തനേഷ് തമ്പി. CPIക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഇന്നലെ നടന്ന പൊതുചർച്ചയിൽ ഉയർന്നു വന്നത്. അതിലേറ്റവും പ്രധാനം ഇടുക്കിയിലെ പട്ടയമേളയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വിമർശനമാണ്. അത് ഇടുക്കിയിൽ നിന്നുള്ള പ്രതിനിധി തന്നെയാണ് ആ വിമർശനം ഉന്നയിച്ചത്. CPI പട്ടയമേള CPI നേതാക്കൾ അഴിമതിക്കുള്ള അരങ്ങാക്കി മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വന്നിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ പേരിൽ നേതാക്കൾ വ്യാപകമായ പിരിവ് നടത്തുകയാണ് എന്നുള്ളതാണ്. അവിടെ നടത്തിയ പട്ടയമേള വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് റവന്യൂ വകുപ്പിന്റെ പേരിലുള്ള പിരിവിനെ കുറിച്ച് അറിഞ്ഞത് എന്നും പറയുകയുണ്ടായി. മാത്രമല്ല മറ്റ് പ്രതിനിധികളും CPIയുടെ നിലപാടിനെ വിമർശിച്ചു. സർക്കാരിൻ്റെയും മറ്റും നേട്ടങ്ങൾ സ്വന്തം ക്രെഡിറ്റിലാക്കാനുള്ള ശ്രമമാണ് CPI നടത്തുന്നത്. അതേസമയത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളോ തെറ്റുകളോ ഉണ്ടായാൽ അത് CPIMന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് CPI എല്ലാ കാലത്തും നടത്തുന്നത്. നിരന്തരം മുന്നണി മര്യാദ പാലിക്കാതെ മുന്നോട്ട് പോകുന്ന CPIയെ നിലയ്ക്ക് നിർത്താൻ CPIM നേതൃത്വം തയ്യാറാകണം എന്ന ആവശ്യവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വളരെ ഗൗരവമുള്ള ഒരു വിമർശനം മന്ത്രി ആർ ബിന്ദു നടത്തിയിരിക്കുന്നത്. അതിൽ വനിതാ നേതാക്കളോട് ചില പുരുഷ നേതാക്കളുടെ സമീപനം മോശമാണ് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഖേദത്തോടെയാണ് ഇക്കാര്യം പറയേണ്ടി വരുന്നത് എന്നും അവർ ചർച്ചയിൽ പറഞ്ഞു. മോശം പെരുമാറ്റത്തിനെതിരെ പരാതി നൽകിയാൽ അത് ശരിയായ രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല. മാത്രമല്ല വനിതകളായ പരാതിക്കാർക്ക് അവഗണന നേരിടേണ്ടി വരുന്ന സാഹചര്യവും പാർട്ടിക്കകത്തുണ്ട് എന്ന് അവർ പറയുന്നു. ഈ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വനിതാ പ്രവർത്തകരുടെ പരാതിയിൽ ഷൊർണൂർ മുൻ MLA PK ശശിക്കെതിരെ നടപടിയെടുത്ത കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചായിരുന്നു മന്ത്രി ആർ ബിന്ദുവിൻ്റെ വിമർശനം വന്നത്. ഏതായാലും ഇന്നും ചർച്ച പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ചർച്ച അടുത്ത 25 വർഷത്തെ കേരളം എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച CPIMന്റെ നയരേഖയുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. 5.5 മണിക്കൂർ നിൽക്കുന്ന ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും നേതാക്കളുടെ മറുപടി ഉണ്ടാവുക. ഉക്രൈൻ വിഷയത്തിലടക്കം നിലപാടെടുക്കുന്നതിൽ CPIMന് പിഴവ് പറ്റി എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീതാറാം യെച്ചൂരിയുടെ മറുപടി ഉണ്ടാകും. ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണനും ചർച്ചകൾക്ക് മറുപടി പറയും. അതിനുശേഷമായിരിക്കും നാളെയാണ് CPIMന്റെ സമ്മേളനം സമാപിക്കുന്നത്, പുതിയ സംസ്ഥാന സമിതിയെ തെരഞ്ഞെടുക്കുന്നതും. ഏതായാലും അല്പസമയത്തിനകം തന്നെ സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 11:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെയുള്ള പരാതികളിൽ അദ്ദേഹം മാധ്യമങ്ങളുമായി സംവദിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തനേഷ് സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ് മന്ത്രി ആർ ബിന്ദു ഉയർത്തിയിരിക്കുന്നത്. ഈ വനിതാ നേതാക്കളോടുള്ള മോശം സമീപനത്തെക്കുറിച്ച് അത് ഏതെങ്കിലും വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ടാണോ മന്ത്രി ആർ ബിന്ദു ഇത്തരമൊരു പരാമർശം ചർച്ചയിൽ ഉയർത്തിയത്? ഷൊർണൂർ മുൻ MLA PK ശശിക്കെതിരെ നേരത്തെ എടുത്ത അച്ചടക്ക നടപടിയും അദ്ദേഹത്തിനെതിരെയുള്ള പരാതിയുടെ വിശദാംശങ്ങളും എല്ലാം ഈ റിപ്പോർട്ടിൽ അടക്കം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് മന്ത്രി ആർ ബിന്ദു ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. നേരത്തെ മുതൽ തന്നെ ഈ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വരുമ്പോൾ അവർക്ക് പരാതിപ്പെടുന്ന ആളുകൾക്ക് പാർട്ടിയിൽ വലിയ അവഗണന നേരിടേണ്ടി വരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പല ജില്ലാ സമ്മേളനങ്ങളിലും മാത്രം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആർ ബിന്ദുവിൻ്റെ വാക്കുകളിലൂടെ ഈ സംസ്ഥാന സമ്മേളന വേദിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഏതായാലും പാർട്ടിക്കുള്ളിൽ പുരുഷ
നേതാക്കൾക്കിടയിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ പാർട്ടി കൂടുതൽ ജാഗ്രത കാണിക്കണം, നേതൃത്വം കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ 3ാം ദിനം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് CPIക്കെതിരെ രൂക്ഷ വിമർശനം ചർച്ചയിൽ ഉയർന്നിരിക്കുന്നത്. വനിതാ നേതാക്കൾക്കെതിരെ പുരുഷ നേതാക്കളുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പരാമർശം കൂടി ചർച്ചയിൽ മന്ത്രി ആർ ബിന്ദുവും ഉയർത്തിയിരിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ 6ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 10 ജില്ലകളിലെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മത്സരിക്കുന്ന ഗോരഖ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 8.69% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തി. 80%-ലധികം സീറ്റുകൾ നേടി ഉത്തർപ്രദേശിൽ BJP ഭരണം തുടരുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചു. വികസനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്നും യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടു. मुझे प्रसन्नता है कि उत्तर प्रदेश के मतदाताओं ने 2022 के सामान्य निर्वाचन में बड़े उत्साह के साथ वे लोग भाग ले रहे हैं। 5 चरणों के चुनाव ने इस बात को साबित भी किया है और आज छठे चरण का मतदान है। मैं विश्वास के साथ कह सकता हूं कि 5 चरणों का जो रुझान है, भारतीय जनता पार्टी प्रधानमंत्री मोदी जी के मार्गदर्शन और नेतृत्व में पूर्ण बहुमत से काफ़ी आगे वर्तमान में चल रही है और आज छठे चरण का जो चुनाव है इसमें जोरदार छक्के लगेंगे और भारतीय जनता पार्टी 300 के लक्ष्य को प्राप्त करने की ओर अग्रसर होगी. വിശദാംശങ്ങളുമായി MP പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, 57 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലത്തിലടക്കമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും ഇക്കാര്യം പ്രതിഫലിക്കുന്നുണ്ട്. എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? ടോം, ഇപ്പോൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. 7 ഘട്ടമായിട്ടാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ 6ാം ഘട്ടമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. രാവിലെ 9 മണിവരെ 8.69% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ഏകദേശം 2 കോടിയിൽ പരം ആൾക്കാരാണ് ഈ സമുദായകരാണ് ഈ ഒരു ഘട്ടത്തിൽ, അതായത് 6ാം ഘട്ടത്തിൽ വോട്ട് ചെയ്യാനുള്ളത്. പരമാവധി പേർ വോട്ട് ചെയ്യണം. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ്, ജനാധിപത്യത്തിൻ്റെ ശക്തി പകരാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും ബൂത്തുകളിലേക്ക് എത്തണമെന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. അതിന് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ട്വീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ ഗോരഖ്പൂരും ഈ ഒരു പ്രധാന ഒരു ശ്രദ്ധാ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞത് 80%-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് BJP അധികാരത്തിൽ തുടരും എന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഉള്ളതാണ്. പക്ഷെ അതും കടന്ന് സീറ്റുകൾ പിടിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും സമാജ്വാദി പാർട്ടി നേതാക്കൾ, അതുപോലെ തന്നെ BSP നേതാക്കൾ എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങിയിരിക്കുന്നു. കൂടുതൽ ആൾക്കാർ ഇനി വന്ന് വോട്ട് ചെയ്യാനുണ്ട്. എന്തായാലും രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 57 മണ്ഡലങ്ങളിലാണ്. കഴിഞ്ഞ തവണ, അതായത് 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 46 സീറ്റുകളാണ് BJP നേടിയത്. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ വലിയ ഒരു പോരാട്ടത്തിന്റെ ഒരു സമയം കൂടി ആണ്. കാരണം വലിയ തോതിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സ്വാഭാവികമായും 7ാം ഘട്ടവും കൂടി കഴിഞ്ഞ് മാർച്ച് 10-നാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. അതോടുകൂടി എന്തായാലും ഉത്തർപ്രദേശിലെ ഭാവി എന്താണെന്ന കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു തീരുമാനത്തിലെത്തും. അതിൽ ഏറ്റവും നിർണായകമാണ് ഇന്നത്തെ ഈ 57 സീറ്റുകളും. വ്യക്തമാണ്. MP പ്രദീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. നിർണായകമായിട്ടുള്ള 6ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് UPയിൽ നടക്കുന്നത്. ഇതുവരെയും 8.69% പോളിംഗ് രേഖപ്പെടുത്തിയത്. മറ്റു വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ച ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. കേസിൽ തുടരന്വേഷണത്തിന് 3 മാസം കൂടി ക്രൈംബ്രാഞ്ച് സമയം തേടി. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയാകാനുണ്ടെന്ന് അന്വേഷണ സംഘം. കൂടുതൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനുണ്ടെന്നും അന്വേഷണ സംഘം കോടതി അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്നിപ്പോൾ ഈ വിചാരണ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാർച്ച് 1-ാം തീയതിയാണ് ഈ റിപ്പോർട്ട്, പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി.
ഈ കോടതി നൽകിയത്, വിചാരണ കോടതി നൽകിയിരുന്നത്. അതേസമയം തുടരന്വേഷണത്തിന് 3 മാസം കൂടി സമയം തേടിയിട്ടുണ്ട് നിലവിലിപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് സംഘം. അതായത് അവരുടെ അന്വേഷണം പൂർത്തിയായിട്ടില്ല. തൽക്കാലം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വച്ചിരിക്കുകയാണ്. കൂടുതൽ സമയം തങ്ങൾക്ക് വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയാകാനുണ്ടെന്ന് അന്വേഷണ സംഘം കോടതി മുമ്പാകെ പറയുകയുണ്ടായി. പ്രതികളുടെ വോയിസ് സാമ്പിളുകൾ ശേഖരിക്കാനുണ്ട്, കൂടുതൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു. ഇതിനായാണ് ഈ 3 മാസത്തെ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതെന്തായാലും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ കോടതി ഇത് പരിഗണനയ്ക്ക് എടുക്കും. ശ്രീകാന്ത്, നേരത്തെ തന്നെ ഈ 6 മാസത്തെ ഈ വിചാരണയ്ക്ക് 6 മാസം കൂടി വിചാരണ കോടതി ഹൈക്കോടതിക്ക് മുന്നിൽ സമയം തേടിയിരുന്നല്ലോ. ഈ അന്വേഷണ സംഘം നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് 3 മാസം കൂടി സാവകാശം തേടിയ സ്ഥിതിക്ക് ഒരുപക്ഷെ വിചാരണ കോടതി അനുമതി നൽകാനുള്ള സാധ്യതയുണ്ടോ? 3 മാസത്തെ ഒരു സമയം എന്തായാലും ടോം നൽകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാധ്യത തീരെയില്ല. കാരണം ഈ മാർച്ച് 1-ാം തീയതി പൂർണ്ണമായ റിപ്പോർട്ട് നൽകണം എന്നുള്ളതായിരുന്നു വിചാരണ കോടതി പറഞ്ഞത്. പക്ഷേ അവർ മാർച്ച് 1-ാം തീയതി അവർക്ക് റിപ്പോർട്ട് നൽകാൻ സാധിച്ചില്ല. പകരം അവർ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വെച്ച ശേഷം 3 മാസമാണ് തേടിയത്. എന്തായാലും കോടതി 3 മാസം നൽകാനുള്ള സാധ്യത തീർത്തുമില്ല എന്നുള്ളതാണ് കോടതി വിചാരണ നടപടികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഒരു മാസം കൂടി നീട്ടി നൽകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പക്ഷേ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. നേരത്തെ ടോം പറഞ്ഞതുപോലെ 6 മാസത്തെ സാവകാശം തേടി ഹൈക്കോടതിക്ക് കത്ത് ഇതിനോടകം തന്നെ വിചാരണ കോടതി നൽകിയിട്ടുണ്ട്. അത് ഇനി സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് പോവുകയും സുപ്രീം കോടതിയാണ് അതിൽ തീരുമാനമെടുക്കുകയും വേണ്ടത്. അതിനുവേണ്ടി വിചാരണ കോടതി കാത്തിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം തന്നെ വിചാരണ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്, അത് ഈ തുടരന്വേഷണത്തെ സഹായിക്കുന്നതിന് വേണ്ടിയല്ല. അതിനാൽ ഒരു മാസം കൂടിയോ മറ്റോ നൽകാനുള്ള സാധ്യതയുണ്ട്. 3 മാസം ഒരു കാരണവശാലും നൽകില്ല എന്നുള്ള കാര്യമാണ്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബ്രേക്കിംഗ് അവേഴ്സ് ഇതോടെ പൂർത്തിയാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം 24 റൗണ്ടപ്പുമായി KR ഗോപികൃഷ്ണൻ. നമസ്കാരം.